പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഉരുളൻ തടിയുടെ ക്യൂബിക്കടി കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഉരുളൻ തടിയുടെ ക്യൂബിക്കടി കാണുന്നതിനുള്ള ഒരു ഫോർമുല പറഞ്ഞിരുന്നു. ഇതാണ് ആ ഫോർമുല. വണ്ണം ഇൻറ്റു വണ്ണം ഇൻറ്റു നീളം ഡിവൈഡഡ് ബൈ 2304. ഇതിൽ വണ്ണം ഇഞ്ചിലും നീളം അടിക്കണക്കിലുമാണ്. നമ്മുടെ ചില പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് ഈ 2304 എങ്ങനെ വന്നു എന്നാണ്. ഇന്ന് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വരച്ചിരിക്കുന്നത് ഒരു ഉരുളൻ തടി. ഇതിൻ്റെ വണ്ണം നമ്മൾ കണക്കാക്കുക ഇതിൻ്റെ മധ്യഭാഗത്താണ്. മൊത്തം 10 അടി നീളമുണ്ടെങ്കിൽ ഒരറ്റത്ത് നിന്ന് 5 അടി വിട്ടിട്ട് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, വണ്ണം കണ്ടുപിടിക്കാറുള്ളത്, വണ്ണം കണക്കാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഗർത്ത് അളക്കാറുള്ളത്. ഈ വണ്ണം അളക്കുന്ന ഈ ഭാഗത്തെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു വൃത്താകൃതിയിലായിരിക്കാം. കൃത്യമായിട്ടുള്ളൊരു വൃത്തമായിക്കൊള്ളണമെന്നില്ല. ആ മരത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഇതിൻ്റെ ഷേപ്പും വ്യത്യസ്തമാവും. സാധാരണ നിലയിൽ വൃത്തത്തിൻ്റെ ഏരിയ കണക്കാക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, πr² എന്നാണ് ഉപയോഗിക്കാറ് അല്ലേ. അതുപോലെ തന്നെ വൃത്തത്തിൻ്റെ വ്യാപ്തം കാണുന്നതിന് πr² × h എന്നാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ തടിക്കണക്കിൽ ഇതിനെ ഒരു വൃത്തമായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. ഇതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മളൊരു സമചതുരമായിട്ടാണ് പരിഗണിക്കാറുള്ളത്. ഇതേപോലെ 4 ഭാഗങ്ങൾ, 1, 2, 3, 4 ഭാഗം. അതിൻ്റെ ചുറ്റളവിനെ നമ്മൾ 4 ഭാഗമാക്കുന്നു. അതല്ലെങ്കിൽ അതിൻ്റെ വണ്ണത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 ഭാഗമാക്കുന്നു. ആ 4 തുല്യ ഭാഗങ്ങളുള്ള ഒരു സമചതുരമായിട്ട് അതിനെ പരിഗണിക്കുകയാണ് നമ്മൾ ചെയ്യുക, ആ ചുറ്റളവിനെ. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇതൊരു 60 ഇഞ്ച് വണ്ണമാണ് എങ്കിൽ മധ്യഭാഗത്ത്, ഈ തടിയുടെ മധ്യഭാഗത്ത് 60 ഇഞ്ച് വണ്ണമാണ് എങ്കിൽ ആ 60 ഇഞ്ചിനെ നമ്മളൊരു വൃത്തമായി പരിഗണിക്കാതെ ഒരു സമചതുരമായിട്ട് പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ വശങ്ങൾ നമ്മൾ കണക്കാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് 60 ഇഞ്ചാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും ഇത് 15, ഇത് 15, ഇതും 15, ഇതും 15 അല്ലേ. 4 ഭാഗിക്കുമ്പോൾ 15 കിട്ടും 60-നെ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, അത് നമ്മളൊരു സമചതുരമായിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 15, 15, 15, 15. അങ്ങനെ ഈ സമചതുരാകൃതിയിലുള്ള ഒരു ഷേപ്പായിട്ട് ഇതിനെ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്തംഭത്തിൻ്റെ രൂപത്തിൽ അതിനെ നമ്മൾ കണക്കാക്കുന്നു. ഒരു സമചതുര സ്തംഭമായിട്ട് അതിനെ നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് അതിൻ്റെ വ്യാപ്തം കാണുക. അപ്പോൾ ഇതിൻ്റെ ഓരോ വശവും എത്രയായിട്ട് പരിഗണിക്കുന്നു, 15 വീതമായിട്ട് പരിഗണിക്കുന്നു. ഇനി ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് ഒരു 10 അടിയാണ് എന്ന് കണക്കാക്കുക എന്ന് കരുതുക. 15 ഇഞ്ച് വീതം വശങ്ങളും 10 അടി നീളവുമുള്ള ഒരു സമചതുര സ്തംഭമായിട്ട് ഇതിനെ പരിഗണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ വോളിയം കണക്കാക്കുകയാണ് തടിയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, ഈ ചുറ്റളവിനെ നമ്മൾ 4 ഭാഗിച്ചു അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ വണ്ണത്തെ നമ്മൾ 4 ഭാഗിച്ചു. അപ്പോൾ വണ്ണം ഇവിടെ ഏത് അളവിലാണ് എടുത്തിരിക്കുന്നത്, ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ വണ്ണം ഇഞ്ചിൽ /4 ഇൻറ്റു വണ്ണം ഇഞ്ചിൽ /4 ഇൻറ്റു എന്താണ്, നീളം അടിയിൽ. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ക്യൂബിക് അടി കിട്ടുമോ? ഇല്ല. നമുക്ക് ക്യൂബിക് അടി കിട്ടണമെങ്കിൽ അളവുകളൊക്കെ ഏതിലാവണം, അടിക്കണക്കിലാവണം അല്ലേ. എല്ലാം അടിക്കണക്കിലാവുമ്പോഴാണ് അതിൻ്റെ വോളിയവും എന്തായിട്ട് വരികയുള്ളൂ, ക്യൂബിക് അടിയായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇതിനെ ഇനി ഈ വണ്ണത്തെ നമ്മൾ, ഇഞ്ചിൽ തന്നിരിക്കുന്ന വണ്ണത്തെ നമ്മൾ അടിക്കണക്കിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ് ചെയ്യുക, അതിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അടി എന്ന് പറഞ്ഞാൽ ഇഞ്ചാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താലും മതി, ഇഞ്ചിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടി കിട്ടുന്നത്. അതായത് 24 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 24/12 2 അടിയാണ്.
12 ഇഞ്ചാണ് ഒരടി എന്ന് പറയുന്നത്. അപ്പോൾ 36 ഇഞ്ച് എത്രയായിരിക്കും? 36/12 3 അടിയായിരിക്കും. 60 ഇഞ്ച് എത്രയായിരിക്കും? 60/12 അപ്പോൾ 5 അടിയായിരിക്കും. അപ്പോൾ നമ്മൾ എത്ര അടി എന്ന് നമ്മൾ പറയുന്നില്ല, വണ്ണം ഇഞ്ചിൽ തന്നെ നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു? /12 എന്ന് എഴുതുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇവിടെയും ഇവിടെയും /12 എന്ന് വരുന്നു. അപ്പോൾ വണ്ണം ഇഞ്ചിൽ ഡിവൈഡഡ് ബൈ 4 × 12. അതുപോലെ തന്നെ വണ്ണം ഇഞ്ചിൽ ബൈ 4 × 12. ഇനി നമുക്ക് നോക്കാം, ഒന്നുകൂടി ഞാൻ എഴുതാണ്. വണ്ണം ഇഞ്ചിൽ ഡിവൈഡഡ് ബൈ 4 × 12 എത്രയാണ്? 48 ഇൻറ്റു വണ്ണം ഇഞ്ചിൽ ഡിവൈഡഡ് ബൈ 4 × 12 48 ഇൻറ്റു നീളം. നീളം ഏതിലാണ്? അടിയിൽ. വണ്ണം ഇഞ്ചിൽ ഇൻറ്റു വണ്ണം ഇഞ്ചിൽ ഇൻറ്റു നീളം അടിയിൽ അല്ലേ? നീളം അടിയിൽ ഡിവൈഡഡ് ബൈ 48 × 48 എത്രയാണ്? 48നെ 48 കൊണ്ട് ഒന്ന് ഗുണിച്ച് നോക്കിക്കോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2304 എന്ന് കിട്ടുന്നു. ഇങ്ങനെയാണ് നമുക്കിവിടെ ഈ 2304 കിട്ടുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഒരു 80 ഇഞ്ച് വണ്ണവും 12 അടി നീളവുമുള്ള ഒരു ഉരുളൻ തടിയുടെ ക്യൂബിക് അടി എത്രയായിരിക്കും? ആ സമവാക്യം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എത്ര വരും? വണ്ണം ഇഞ്ചിൽ ഇൻറ്റു വണ്ണം ഇഞ്ചിൽ ഇൻറ്റു നീളം അടിയിൽ ഡിവൈഡഡ് ബൈ എത്രയാണ്? 2304. അപ്പോൾ ഈ 2304 എങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 33.33 ക്യൂബിക് ഫീറ്റ് വരും ഈ ഉരുളൻ തടിയുടെ ക്യൂബിക് അടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.